എൻ്റെ പേര് പ്രിൻസ് ജോയ്. ഇതെൻ്റെ ഭാര്യ ജാനി മരിയ. ഇത് ഞങ്ങളുടെ കുഞ്ഞ് കേറ്റ്ലിൻ ആൻ. ഞാൻ വരുന്നത് കോതമംഗലത്തു നിന്നാണ്. കോതമംഗലം കോട്ടപ്പടി ഇടവകാംഗമാണ്. പനയ്ക്കൽ കുടുംബം, വീട്ടുപേര് പനയ്ക്കൽ നിന്നാണ്. ഞാൻ ഉടമ്പടി എടുത്തത് കഴിഞ്ഞ വർഷം, അത് 2023 ജൂണിലാണ് എടുത്തത്. ഉടമ്പടി എടുക്കാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ കല്യാണം 2019 ജൂലൈയിലാണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത്. അപ്പോൾ ഏകദേശം 1 വർഷം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ മതി എന്ന് ഞങ്ങൾ ആ സമയത്ത് തീരുമാനിച്ചിരുന്നു. 1 വർഷത്തിന് ശേഷം കുഞ്ഞുങ്ങൾ വേണം എന്ന് ആഗ്രഹിച്ചപ്പോൾ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ടായില്ല. പിന്നെ ഞങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. 2 വർഷത്തോളം ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ഡോക്ടർമാർ പറയുന്ന സമയത്തൊക്കെ ഞങ്ങൾ കൺസൾട്ടേഷന് വേണ്ടി ചെല്ലുകയും ട്രീറ്റ്മെൻറ്റുകളെല്ലാം എടുക്കുകയും ഞങ്ങൾ ചെയ്തിരുന്നു. 2 ഹോസ്പിറ്റലിൽ മാറി. ഞങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ ഫലം ലഭിച്ചിരുന്നില്ല. ഇടയ്ക്കൊരു തവണ ജെനി പ്രഗ്നൻ്റ് ആയെങ്കിലും അത് ഫെയിൽഡ് പ്രഗ്നൻസി ആയിട്ട് കണക്കാക്കി അത് തന്നെ അബോർഷനായി പോവുകയാണ് ചെയ്തത്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾക്ക് മാനസികമായിട്ട് കുറച്ച് വിഷമങ്ങളുണ്ടായി. കാര്യം ഞങ്ങൾ തീരുമാനിച്ചത് കുഞ്ഞുങ്ങളായില്ലെങ്കിൽ തന്നെയും ഞങ്ങൾ വിഷമിക്കരുത് എന്ന് തീരുമാനിച്ചത്. പക്ഷെങ്കിൽ തന്നെയും ആ ഒരു പുറത്ത് പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു വിഷമം എപ്പോഴും കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനിടയിൽ എൻ്റെ അമ്മ പറയുന്നപ്പോൾ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കണം എന്നുള്ള കാര്യം എൻ്റെ അടുത്ത് സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ഞാൻ അന്ന് അതത്ര കാര്യമാക്കിയിരുന്നില്ല. തുടർന്ന് ഞങ്ങളുടെ ഒരു കസിൻ്റെ കുഞ്ഞിൻ്റെ മാമോദീസയ്ക്ക് പോയ ദിവസം പോയി കഴിഞ്ഞ് വന്നിട്ട്, അപ്പോൾ എൻ്റെ ഭാര്യ, അവൾക്കത് ഒരുപാട് ഒരു വിഷമം, നമുക്കൊരു കുഞ്ഞില്ലല്ലോ ചേട്ടാ എന്ന് പറഞ്ഞ് അവൾക്കൊരു വിഷമം അവൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ, അത് എന്തായാലും ഇനി ഡോക്ടർമാർ നമുക്ക് ചികിത്സ മാത്രമല്ല, നമുക്കത് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കണം എന്ന് ഞാൻ അന്ന് തന്നെ തീരുമാനിച്ചു. പിറ്റേ ദിവസത്തിന് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുക്കുകയുണ്ടായത്. 2023 ജൂൺ 5 ഉടമ്പടി എടുത്തു. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 5 ഉടമ്പടി തീരുന്നത്. അതിന് 5 ദിവസങ്ങൾക്ക് മുമ്പേ ജെനി പ്രഗ്നൻസി പോസിറ്റീവായി. ദൈവത്തിന് ഒരുപാട് നന്ദി, ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. തുടർന്ന് 2024 ഈ വർഷം ഏപ്രിൽ 22 ഞങ്ങൾക്ക് ഒരു പെൺകുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു. ആളിപ്പോൾ 7 മാസമായി. പ്രഗ്നൻസി പീരീഡിൽ ഞങ്ങൾക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാന മാസങ്ങളിൽ ഫ്ലൂയിഡ് കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ജനിക്ക്. അതൊക്കെ പ്രാർത്ഥനയിലൂടെയും, ഞങ്ങൾ മാത്രമല്ല എല്ലാവരുടെയും പ്രാർത്ഥനയിലൂടെയും ദൈവം ഞങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു, അനുഗ്രഹം നൽകുകയായിരുന്നു. ഇപ്പോൾ സന്തോഷമായി പോകുന്നു. രണ്ടാമതൊരു കാര്യം, ഞങ്ങൾക്ക് തുടർന്ന് ഒരു ആക്സിഡൻറ്റ് ഞങ്ങൾക്കൊരു 2 മാസം മുമ്പ് കാറിൽ ഞങ്ങളൊരു 7 പേര് യാത്ര ചെയ്യുന്ന സമയത്ത്, കുഞ്ഞുൾപ്പെടെ 7 പേര് യാത്ര ചെയ്യുന്ന സമയത്ത് സംഭവിച്ചു. ഞാൻ യാത്രയിൽ ഉറങ്ങിപ്പോയതാണ്. ഞാൻ ഓടിച്ചിരുന്നത്. ഒരു വൈകുന്നേര സമയത്തായിരുന്നു. വണ്ടി ഇടിച്ച് ദൈവാനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് ആർക്കും ഒരു അപകടം, വേറെ ഉള്ളിൽ ഇഞ്ചുറീസ് ഒന്നും കാര്യമായിട്ടുണ്ടായില്ല. ചെറിയൊരു ചതവ് മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷെ അത് കണ്ട് നിന്നവരും, അത് വണ്ടിയുടെ അവസ്ഥ കണ്ടവരെല്ലാവരും പറഞ്ഞു, അതിനകത്ത് ആ ഒരു വണ്ടിയുടെ അപകടത്തിൽ ഉള്ളിൽ നിന്ന് ആൾക്കാർക്കൊക്കെ വളരെ കാര്യമായി പരിക്ക് സംഭവിച്ചിട്ടുണ്ടാകുമെന്നാണ് വിചാരിച്ചതെന്നാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷേ ഞങ്ങൾക്ക് 7 പേർക്കും കാര്യമായി പരിക്കുകളുണ്ടായില്ല. ചെറിയ രീതിയിലുള്ള ചതവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ മാതാവിൻ്റെയും ഈശോയുടെ അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുന്നു. പിന്നെ ഇതുപോലെ തന്നെ ഞാൻ സൗദിയിലായിരുന്നു, അവിടെ പുറത്ത് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടും ഒക്കെ ആയിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ച് പോയിട്ടുണ്ടായില്ല. അപ്പോൾ ആ സമയങ്ങളിൽ ഇവിടെ നാട്ടിൽ ഞാൻ സിവിൽ എഞ്ചിനീയറാണ്. ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഒരു നമുക്ക് തുടക്കക്കാരൻ നിലയിൽ ഞങ്ങൾക്ക് കണക്ഷൻ ബന്ധങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും, അതുപോലെ ഞങ്ങൾക്ക് ബിസിനസ്സിലുള്ള സാധ്യതകൾ തുടർന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ടും ഈ കൃപാസന മാതാവിൻ്റെ ഒരുപാട് അനുഗ്രഹം ഞങ്ങൾക്കുണ്ടായിരുന്നു. താങ്ക് യു. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി. പരിശുദ്ധമയ്ക്കും തിരുക്കുമാരനും നമുക്ക് നന്ദി പറയാം. ഇവിടെ ഉടമ്പടി എടുക്കുവാൻ വരുന്ന സാഹചര്യം, വിവാഹം കഴിഞ്ഞിട്ട് 4 വർഷത്തോളമായി കുഞ്ഞുങ്ങളില്ലായിരുന്നു. ട്രീറ്റ്മെൻറ്റ് നോക്കി, പക്ഷെ അതിലൊന്നും ഒരു ഫലം കാണുന്നില്ല. അപ്പോഴാണ് കൃപാസനത്തെക്കുറിച്ച് അറിയുകയും ഇവിടെ ഫ്രണ്ട്സ് ഇവിടെ വന്നുകൊണ്ട് ജീവിതങ്ങളോട് പറയുകയായിരുന്നു, നമുക്ക് ചികിത്സ മാത്രം പോരാ, കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണം. അങ്ങനെ ഉടമ്പടി എടുത്ത് പറയുന്നത്, നമുക്ക് ഉടമ്പടി കാലയളവെന്ന് പറയുന്നത് 90 ദിവസമാണ്. 90 ദിവസത്തിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഫ്രണ്ട്സിൻ്റെ ജീവിത പങ്കാളി ജെനി പ്രഗ്നൻ്റ് ആവുകയും ഇന്ന് കയ്യിലിരിക്കുന്ന ഈ കുഞ്ഞിനെ നമ്മളിവിടെ കാണുകയും ചെയ്യുന്നത്.
അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കുക, ട്രീറ്റ്മെൻറ്റിൽ നിന്ന് മാറി പ്രാർത്ഥനയിലേക്ക് മാത്രമായി, അതാണ് നമ്മൾ പറഞ്ഞ മരുന്നോ ലേപനമോ അല്ല, കർത്താവിൻ്റെ വചനം നമ്മളെ സുഖപ്പെടുത്തുമെന്ന് പറയുന്നത്. അപ്പം അവൻ പറയുന്ന പോലെ ചെയ്യുക എന്ന് പറയുന്ന വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉടമ്പടിയുടെ മുഴുവൻ എല്ലാ സത്തും എല്ലാ കാമ്പും കിടക്കുന്ന അതിൻ്റെ അകത്ത്. അവൻ പറയും യോഹന്നാൻ്റെ 2:5. തീർച്ചയായിട്ടും അവൻ പറയുന്നതാണ് ബൈബിളിൽ മുഴുവൻ കിടക്കുന്നത്. എപ്പോഴും ജോസഫത്തിന് എല്ലാ അച്ഛൻ്റെ ധ്യാനത്തിൽ അച്ഛൻ പറയുന്നതാണ്. അത് ആ ഒരു വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബൈബിളിൽ കിടക്കുന്ന എല്ലാ ഈശോ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ വചനത്തിന് അധിഷ്ഠിതമായിട്ട് പ്രാർത്ഥനയോടുകൂടി നമ്മൾ ഏതൊരു കാര്യത്തിനെ സമീപിച്ചാലും അത് അനുഗ്രഹമായിട്ട് ദൈവം നമുക്ക് മാറ്റിത്തരും. ഇന്ന് ഈ ദമ്പതികൾക്ക് ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ കൊടുത്ത് ദൈവം അനുഗ്രഹിച്ചതിനും വലിയൊരു ആക്സിഡൻറ്റിൽ നിന്നും ഇവരുടെ കുടുംബത്തെ സംരക്ഷിച്ചതിനും ദൈവപിതാവിനും പരിശുദ്ധമ്മയ്ക്കും നമുക്ക് ആത്മാർത്ഥമായിട്ട് കരങ്ങളടിച്ചുകൊണ്ട് നന്ദി അറിയിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ